ഡോക്ടർ സോയ, ഹിന്ദുവെന്ന് അവകാശപ്പെടുന്നവർ സദാ അക്രമകാരികളാണ്. അവർ വെറുപ്പും വിദ്വേഷവും അസത്യവും പ്രചരിപ്പിക്കുന്നവരാണെന്ന രാഹുലിൻ്റെ പരാമർശത്തിൻ്റെ സാങ്കത്യം എന്താണ്? രാഹുലിന്റെ പരാമർശം നിങ്ങൾ ആ പ്രസംഗം വളരെ കൃത്യമായി കേട്ടിട്ടുണ്ടോ എന്നാണ് ഈ പ്രസ്താവനയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമാണ്. അതിൽ എന്തിനാണ് ഇത്ര സന്ദേഹമെന്നും ഇത്ര ആപൽക്കരമായ ഒരു ഈ ചർച്ചയുടെ ടൈറ്റിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആപൽക്കരമായ തരത്തിലേക്കാണ് അത് ആ വാക്കുപോലും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ അത്തരത്തിലൊന്നല്ല അദ്ദേഹം പറഞ്ഞു വെച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് RSS അല്ലെങ്കിൽ BJP പാളയത്തിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ഹെയ്റ്റ് സ്പീച്ചിന്റെ അല്ലെങ്കിൽ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു കുത്തൊഴുക്ക്, ആ കുത്തൊഴുക്കിനെ സംബന്ധിച്ച് തന്നെയാണ് അല്ലെങ്കിൽ അതിനെ തുടർന്ന് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള പരാമർശങ്ങൾ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു കയ്യിൽ ഞങ്ങളാണ് ഈ സനാതന ധർമ്മത്തെ പൂർത്തീകരിക്കേണ്ട ആളുകൾ, ഞങ്ങളാണ് ഇവിടെ രാമനെയും ശിവനെയും ഒക്കെ എടുത്തുയർത്തേണ്ട ആളുകൾ എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയും അതേസമയം അവർ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള അങ്ങേയറ്റം വിദ്വേഷം വമിക്കുന്ന പരാമർശങ്ങളെ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത് അങ്ങനെയുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഹിന്ദുക്കളല്ലാതാകുന്നത്? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരിടത്തുനിന്ന് ഞാൻ തുടങ്ങാം. നമുക്കെല്ലാം അറിയാം അദ്ദേഹത്തിന്റെ ലോകമത സമ്മേളനത്തിൽ അദ്ദേഹം ചെയ്ത ഒരു പ്രസംഗത്തെ പറ്റി. ഞാൻ വരുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ സഹിഷ്ണുതയുടെ നാട്ടിൽ നിന്നാണ്, ഏറ്റവും കൂടുതൽ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന മതത്തിൽ നിന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അന്ന് ഹിന്ദു മതത്തെ അല്ലെങ്കിൽ ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു ജീവിത രീതിയെ പറ്റി അദ്ദേഹം പറയുമ്പോ ഈ രാജ്യത്തെ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു സിദ്ധാന്തത്തിന്റെ ഒരു ജീവിത രീതിയുടെ പേരാണ് ഹിന്ദുയിസം എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഇന്ന് ഈ രാജ്യത്ത് ഞങ്ങളാണ് ഇതിന്റെയൊക്കെ മൊത്തക്കച്ചവടക്കാർ എന്ന് BJP ഏറ്റുപിടിക്കുകയും പറഞ്ഞു വെക്കുകയും അതിന്റെ പ്രയോക്താക്കളാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മറ്റൊരു വശം എന്താണ്? അവർ എന്നാൽ പുറത്തേക്ക് പറയുന്ന ഇതിന്റെ മൊത്തക്കച്ചവടക്കാരായി ഇത് ഏറ്റെടുക്കുന്ന സമയത്ത് അവർ പുറത്തേക്ക് വിടുന്ന അവർ പ്രയോഗത്തിൽ. അല്ല ഡോക്ടർ സോയ, അങ്ങനെയാണെങ്കിൽ RSSനെയും BJPയെയും പ്രത്യക്ഷത്തിൽ കടന്നാക്രമിച്ചാൽ പോരെ? ഈ ഹിന്ദു എന്ന പരാമർശം എന്തിന് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായി? എന്തിനു നടത്തിയത്? ഞങ്ങൾ അല്ലെങ്കിൽ BJP മുന്നോട്ട് വെക്കുന്ന ഞങ്ങളാണ് ഇതിന്റെയൊക്കെ ആളുകൾ അല്ലെങ്കിൽ ഞങ്ങളാണ് ഇതിന്റെയൊക്കെ നിങ്ങളുടെയൊക്കെ സംരക്ഷകരെന്ന് നിരന്തരം പറഞ്ഞു വെക്കുകയും അയോധ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടല്ലോ. എന്തുകൊണ്ടാണ് അയോധ്യയിൽ തോൽവി ഉണ്ടായതെന്ന് ഈ രാജ്യത്ത് എന്താണ്? ഈ രാജ്യത്തിന്റെ ആകെയുള്ള ഒരു പ്രശ്നം അയോധ്യയായിരുന്നു. ഇവിടെ കർഷക സമരമില്ല, ഇവിടെ മറ്റു പ്രശ്നങ്ങളില്ല, ഇവിടെ പാവപ്പെട്ടവരോ സ്ത്രീകളുടെയോ ഒന്നും പ്രശ്നമില്ല. ഈ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം അയോധ്യയിൽ രാമക്ഷേത്രം പണിയുകയാണെന്ന് നിരന്തരം പറഞ്ഞു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു മതസംസ്ഥാപനം ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ രാജ്യത്തെ ഭരണകൂടത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും ഉദ്ദേശ ലക്ഷ്യമെന്ന് നിരന്തരം പറഞ്ഞു വെച്ചെടുത്തതെന്ന് അവിടെ ഒരു കനത്ത തോൽവി ഉണ്ടാവുകയാണ്. കേന്ദ്രം ഭരിക്കുന്നത് BJP തന്നെയല്ലേ? രാഹുൽ പ്രതിപക്ഷ നേതാവല്ലേ, പ്രധാനമന്ത്രി അല്ലല്ലോ. നിങ്ങൾ ഇന്നത്തെ ശരീരഭാഷ ശ്രദ്ധിച്ചു നോക്കണം. ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും ശരീരഭാഷ നിങ്ങൾ ശ്രദ്ധിക്കണം, അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കണം, അവർ പറഞ്ഞു വെക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിലെ കൃത്യത ശ്രദ്ധിക്കണം. എവിടെയാണ് മൈത്രയെ പോലെയുള്ള ഒരാൾ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ കടുത്ത ആത്മവിശ്വാസത്തിൽ നിന്ന് സംസാരിക്കുമ്പോ BJP പാളയത്തിൽ നിന്നുള്ള ആളുകളുടെ ആത്മവിശ്വാസക്കുറവ് വളരെ കൃത്യമാണ്. നിങ്ങൾ തോറ്റതിന് തുല്യം ജയിച്ചത് അല്ലെങ്കിൽ ജയിച്ചതിന് തുല്യം തോറ്റത് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് പ്രതിപക്ഷവും ഭരണപക്ഷവും വന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത്. യഥാർത്ഥത്തിൽ ജയിച്ചു എന്ന് പറയുമ്പോഴും കനത്ത തോൽവിയാണ് എന്നുള്ള ആത്മവിശ്വാസക്കുറവും അത്തരത്തിലുള്ള ഒരു ബോധ്യവും തന്നെയാണ് BJPയെ മുന്നോട്ട് നയിക്കുന്നത്. രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് നിന്ന് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് നിന്ന് പ്രതികരിക്കുകയാണ് രാഹുലിന്റെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച വാദങ്ങളോട്. സഭയുടെ ചരിത്രത്തിലൊക്കെ സ്വാഭാവിക പ്രതികരണമല്ലേ, അല്ലാതെ രാഹുലിനെ ഭയന്നിട്ടാണോ? അല്ലെങ്കിൽ രാഹുലിന്റെ പ്രതികരണം ഉണ്ടാകണം. പക്ഷെ പ്രതിരോധിക്കാൻ പോലും ആവാതെ ഇത്തരത്തിലുള്ള എന്ത് പറഞ്ഞാണ് പ്രതിരോധിക്കുന്നത്? ഈ രാജ്യം ഇപ്പോഴും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, നീറ്റ് പരീക്ഷയിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അയോധ്യയെ പറ്റി സംസാരിക്കാൻ വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഒരു നിലപാട് മുന്നോട്ട് വെക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല.
നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റവും വലിയ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ BJP വലിയ ബിംബ നിർമ്മാണം നടത്തി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള മോഡി ഗ്യാരണ്ടി എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. അല്ലാതെ BJP മുന്നോട്ട് വെക്കുന്ന ഗ്യാരണ്ടി എന്നല്ല പറഞ്ഞത്. മോഡി ഗ്യാരണ്ടി എന്നാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ പറഞ്ഞത്. ആ ഗ്യാരണ്ടി പോലും ആദ്യത്തെ 3 മണിക്കൂറിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന അജിത് റായ് എന്ന് പറയുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകരോട് 3 മണിക്കൂർ പിന്നിലായിരുന്നു നരേന്ദ്രമോദി എന്ന് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ അധീർ രഞ്ജൻ ചൗധരിയുടെ അവസ്ഥ എന്താ ഇപ്പോ? അല്ല ഞാൻ പറയുന്നത് അവസ്ഥ എന്തോ ആവട്ടെ, നിങ്ങൾ അതല്ലല്ലോ ഈ നരേന്ദ്രമോദി, നിങ്ങൾ ഏറ്റവും അധികം അല്ലെങ്കിൽ ആ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞ് നമ്മൾ കണ്ടതാണ്. അപ്പോ മോഡി പ്രഭാവത്തിന്റെ അല്ലെങ്കിൽ മോഡി പ്രഭാവം മങ്ങലേറ്റിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത് തകർന്നടിഞ്ഞിരിക്കുന്നു. BJPയുടെ മോഡി ബിംബ നിർമ്മാണം തകർന്നടിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അതിന്റെ കൃത്യമായിട്ടുള്ള സൂചനകൾ തന്നെയാണ് ഇനി കഴിഞ്ഞ അല്ലെങ്കിൽ 10 വർഷം നിങ്ങൾ നയിച്ചിരുന്ന മുന്നോട്ട് പോകലുകൾ നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. അതുപോലെ പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്, ഇതൊരു സ്റ്റെബിലിറ്റി ഉള്ള ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് അല്ലെങ്കിൽ കൂട്ടുകക്ഷി ഭരണമാണ് എന്ന് ബോധപൂർവം പറയാതിരിക്കുന്ന, കാരണം അത്ര പോലും ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്ന ഒരു ഭരണകൂടമാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയാൻ നമുക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവ് കൃത്യമായി സ്ഫുരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും ആത്മവിശ്വാസക്കുറവുള്ള, കൃത്യമായി സ്റ്റെബിലിറ്റിയോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു ഭരണകൂടം തന്നെയാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള മുഴുവൻ സിദ്ധാന്തപരമായിട്ട് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രായോഗികവൽക്കരിക്കാൻ വേണ്ടി അവർ പറഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങൾ, ഇത് മുഴുവൻ പാളിപ്പോയി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്. അപ്പൊ അത്തരത്തിൽ ഭരിക്കുന്നു എന്നുള്ളത് സാങ്കേതികമായ എങ്കിലും BJP നേതൃത്വം നൽകുന്ന NDA ആണ് കേന്ദ്രത്തിൽ അധികാരം കൈയാളുന്നത്. രാഹുൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അല്ല.